നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയിൽ ആണ് ഇടത് വലത് മുന്നണികൾ. അതോടൊപ്പം വോട്ട് ശതമാനം ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ബി.ജെ.പിക്കും എൻ.ഡി.എ സഖ്യത്തിനും ഉള്ളത്. അതേസമയം PV അൻവറിന്റെ വോട്ടുകൾ, ആ വോട്ടുകൾ ആരെ തുണയ്ക്കും, ആർക്ക് തിരിച്ചടിയാകും എന്നത് സംബന്ധിച്ച കണക്കുകൂട്ടലുകളും ഇപ്പോൾ തുടരുന്ന പശ്ചാത്തലമാണുള്ളത്. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് വോട്ടെണ്ണൽ നടക്കുന്നത് എങ്കിലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ചില കണക്കുകൂട്ടലുകൾ ഇപ്പോഴുമുണ്ട്. അതിൽ UDF പ്രതീക്ഷിക്കുന്നത് മികച്ച ഒരു വിജയമാണ്. പക്ഷെ ചില നേതാക്കൾ എങ്കിലും കുറഞ്ഞ ഭൂരിപക്ഷത്തിലുള്ള വിജയമായിരിക്കും എന്ന പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കെ മുരളീധരൻ്റേത് അടക്കമുള്ള വാക്കുകളിൽ നിന്ന് അത്തരത്തിലാണ്. 5000 വോട്ടിനെങ്കിലും വിജയിക്കും എന്ന് പറയുമ്പോൾ വലിയ ഭൂരിപക്ഷം അല്ല കണക്കാക്കുന്നത്. പക്ഷേ നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദിനോട് അനിൽകുമാർ സംസാരിക്കുമ്പോൾ പറഞ്ഞത് 15000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളതാണ്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഇടത് വലത് മുന്നണികൾ ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ്. വോട്ട് ശതമാനം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്നവർ പറയുന്നുമുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അവർക്ക് വോട്ടെടുപ്പിന് ശേഷം പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ? UDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് പാർട്ടിക്കുള്ളിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള ഒരു അടിയൊഴുക്ക് ഇത്തവണ ഉണ്ടാകില്ല എന്നൊരു കണക്കൂട്ടലാണ്. ലീഗും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിച്ചു, അത് കൃത്യമായി പ്രതിഫലിച്ചു എന്നൊരു ആത്മവിശ്വാസമാണ് അവരൊന്ന് പങ്കുവച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് നിലമ്പൂരിൽ എല്ലായിടത്തും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് വോട്ടിങ്ങിൽ തെളിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കൂടിയത് എന്നൊരു കണക്കൂട്ടലുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവർ എന്ന ഫാക്ടർ, PV അൻവർ LDFിൻ്റെ വോട്ടുകൾ കൂടുതലായി നേടും എന്നൊരു വിലയിരുത്തൽ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. തിരിച്ച് LDF അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് UDFിന് അനുകൂലമായിട്ട് ഒരു റിസൾട്ടിൽ വരും എന്ന് തന്നെയാണ് UDFിൻ്റെ ഒരു പൊതുവിലയിരുത്തലുള്ളത്. പക്ഷേ ഇവിടെയും നമ്മൾ കണക്കാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. സ്ഥാനാർത്ഥിക്കെതിരെയുള്ള പൊതുവികാരം അല്ലെങ്കിൽ ഒരു വികാരം കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് VV പ്രകാശിൻ്റെ അണികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു ചെറിയ ആശങ്ക UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് ആ വോട്ടുകൾ ഒരുപക്ഷെ അൻവറിന് അനുകൂലമായിട്ടോ സ്വരാജിന് അനുകൂലമായിട്ടോ മാറി പോകാനുള്ളൊരു സാധ്യത അവർ വിലയിരുത്തുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ സമസ്തയുടെ ഒരു ഭാഗം പറഞ്ഞ ഒരു ഭീഷണി അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മർദ്ദം, അത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന കാര്യവും ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം UDFിൽ തീർത്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും ഒരു വലിയൊരു ഭൂരിപക്ഷമില്ലാതെ 10000-ൽ താഴെയാണെങ്കിലും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെ UDF പങ്കുവയ്ക്കുന്നത് നേരത്തെ പറഞ്ഞ ഘടകങ്ങളിൽ അനുകൂല ഘടകങ്ങളാണ് കൂടുതൽ എന്നതുകൊണ്ടാണ്. അതായത് അടിയൊഴുക്കിനെ മറികടക്കുവാൻ ഉള്ള ഒരു വോട്ട്, അത് LDFിൽ നിന്നും അൻവർ നേടുന്ന വോട്ടുകൾ സഹായകമാവുന്ന ഒരു സാഹചര്യം തീർക്കുമെന്ന് തന്നെയാണ് UDFിൻ്റെ വിലയിരുത്തൽ. യെസ്, ഇത്തരം പ്രതീക്ഷയാണ് UDFിനുള്ളത്. ഒപ്പം സ്വരാജിൻ്റെ പ്രതികരണം നേരത്തെ വന്നിരുന്നു. ഭരണവിരുദ്ധ വികാരം ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിൽ ബാധിച്ചിട്ടില്ല, മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നാണ്. ഇപ്പോൾ CPMൻ്റെ പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ ചേരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ചെറിയ മാർജിനിൽ ആണെങ്കിലും വിജയിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ അവർ പുലർത്തുന്നുണ്ട്. ആ സാഹചര്യം എന്നത് ഒന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് UDFിന് ആത്മവിശ്വാസം നൽകുന്നത് അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നേരത്തെ കെ മുരളീധരനും സമാനമായൊരു പ്രതികരണം നടത്തിയിരുന്നു. ഇത്തവണ മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് അവരുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി കളത്തിൽ ഇറങ്ങിയത് എന്നുള്ളതാണ്. പക്ഷേ ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നല്ലോ അനുമോദ്. ഈ സൂചിപ്പിക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം, അതിൽ തന്നെ സമസ്തയ്ക്ക് ഇടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ, അൻവർ വിഷയം കൈകാര്യം ചെയ്തത് തന്നെ ശരിയായില്ല കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന നിലയിലുള്ള ലീഗിനകത്ത് നിന്ന് ഉയർന്നു വന്ന വിഷയങ്ങൾ, ഒപ്പം VV പ്രകാശുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും VV പ്രകാശ് എന്ന വികാരം അവിടെ പ്രതിഫലിച്ചേക്കും എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ ഇതെല്ലാം തങ്ങൾക്കനുകൂലമാകും എന്ന് ഇടതുപക്ഷവും കരുതുകയാണല്ലോ. ആ നിലയിൽ അവർ എങ്ങനെയാണ് വിജയപ്രതീക്ഷ പുലർത്തുന്നത്?
LDF-നെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷ ഉള്ള ഒരു ഘടകം UDF-ൽ നിന്നും അടിയൊഴുക്കുണ്ടാകും എന്നത് തന്നെയാണ്. അതായത് എല്ലാ തവണയും UDF നിലമ്പൂരിൽ പരാജയപ്പെടുന്നത് UDF-ന്റെ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം അതിന് എതിരെ നിന്നിരുന്നു. അതായത് VS ജോയിയുടെ പിന്തുണയോടെ VS ജോയിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പുണ്ടായിരുന്നു, VV പ്രകാശിൻ്റെ വിഭാഗത്തിൻ്റെ എതിർപ്പുണ്ടായിരുന്നു. ഈ രണ്ട് തരത്തിലുള്ള എതിർപ്പുകളും അടിയൊഴുക്കായിട്ട് വരും എന്നൊരു കണക്കുകൂട്ടലാണ് LDF-നുള്ളത്. അതോടൊപ്പം തന്നെ ജമാഅത്തെ വിഷയത്തിൽ ഇടതുപക്ഷം നടത്തിയ കടന്നാക്രമണം, അതിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ എപ്പോഴും UDF-നൊപ്പം നിൽക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകളെങ്കിലും അനുകൂലമായിട്ട് നിൽക്കുമെന്ന ഒരു കണക്കൂട്ടലുണ്ട്. ഇതിന് പുറമെയാണ് UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അൻവർ നടത്തിയ വലിയ കോട്ടകെട്ടിയുള്ള പ്രചരണം, പ്രത്യേകിച്ച് വഴിക്കടവിലും എടക്കരയിലും ഒക്കെ അൻവർ കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അൻവർ അവിടുന്ന് നേടുന്ന വോട്ടുകളെല്ലാം തന്നെ അത് LDF-ന് ലഭിച്ചില്ലെങ്കിൽ പോലും UDF-ന്റെ അക്കൗണ്ടിൽ നിന്നാണ് കുറയുക. സ്വാഭാവികമായിട്ടും UDF-ന്റെ വോട്ട് കുറയുന്നത് LDF-ന് തന്നെയായിരിക്കും ഗുണം ചെയ്യുക എന്ന് കരുതുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു അടിയൊഴുക്ക്, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള അടിയൊഴുക്ക്, VV പ്രകാശിൻ്റെ അണികൾ കുറച്ചെങ്കിലുമായിട്ടുള്ള അവർക്കുണ്ടാവുന്ന അതൃപ്തി, അത് UDF-ന് വോട്ടായി വരില്ല എന്നൊരു കണക്കുകൂട്ടൽ. അതോടൊപ്പം തന്നെ PV അൻവർ ഈ മേഖലയിൽ നിന്ന് നേടുന്ന വോട്ടുകൾ, പ്രത്യേകിച്ച് UDF പ്രതീക്ഷ അർപ്പിക്കുന്ന വഴിക്കടവിൽ നിന്നും എടക്കരയിൽ നിന്നും ചുങ്കത്തറയിൽ നിന്നും ഒക്കെ PV അൻവർ നേടുന്ന വോട്ടുകളും LDF-ന് അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം തീർക്കുമെന്ന് തന്നെയാണ് LDF-ന്റെ കണക്കൂട്ടൽ. അതുകൊണ്ടാണ് ഒരു 1000-1500 വോട്ടിനെങ്കിലും കഷ്ടിച്ച് രക്ഷപ്പെടാം അല്ലെങ്കിൽ കടന്നുകൂടാം എന്ന ഒരു കണക്കിലേക്ക് LDF വരുന്നത്. അതായത് അനുമോദ്, ഇതിപ്പോൾ ഈ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം, അതിനുശേഷം അൻവർ നടത്തിയിട്ടുള്ള പ്രചാരണം, അൻവറിന് ലഭിക്കാൻ പോകുന്ന വോട്ട്, അൻവർ എപ്പോഴും മാധ്യമങ്ങളോട് ആവർത്തിക്കുന്നത് താൻ അവിടെ വിജയിക്കുമെന്നും 75,000 വോട്ട് നേടും എന്നുമൊക്കെയാണ്. പക്ഷേ അൻവറിന് കൃത്യമായി വോട്ടുകൾ ലഭിക്കുവാനുള്ള സാധ്യത, അതായത് ചില ഇടങ്ങളിൽ നിന്ന് എങ്കിലും വോട്ടുകൾ ചോർന്നു പോകാം എന്ന് ഇരു മുന്നണികളും ഒരുപോലെ കണക്കാക്കുകയാണോ? അൻവർ എങ്ങനെയാണ് വോട്ട് പിടിക്കുക എന്നത് ഈ മുന്നണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലെ ഒരു എക്സ് ഫാക്ടർ അൻവർ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാരണഭൂതനായിട്ടുള്ള അൻവർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ എക്സ് ഫാക്ടർ. ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് നിശ്ചയിക്കുന്നതും അൻവർ നേടുന്ന വോട്ടുകൾ തന്നെയാണ്. നമ്മൾ അൻവറിൻ്റെ ക്യാമ്പയിൻ്റെ ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ചതാണ്. അദ്ദേഹം ഇടതുപക്ഷത്തെ പോലെയും വലതുപക്ഷത്തെ പോലെയും മറ്റ് NDA പോലെയൊന്നും കാട്ടടച്ചുള്ള പ്രചരണമല്ല ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. ചില കേന്ദ്രങ്ങൾ, പോക്കറ്റുകൾ മാത്രം കേന്ദ്രീകരിച്ച് മാധ്യമങ്ങൾക്ക് പിടിതരാതെ അത്തരത്തിൽ ഒരു ഹൈഡ് ആൻഡ് എന്ന രീതിയിലൊക്കെ നടത്തുന്ന ഒരു പ്രചരണം, എവിടെയാണെന്ന് നമുക്ക് പോലും അറിയില്ല, ആരോടും എവിടെയാണെന്ന് പങ്കുവെക്കാത്ത രഹസ്യമായിട്ടുള്ള പ്രചരണം, അത് കൂടുതലായും നടത്തിയിട്ടുള്ളത് വഴിക്കടവ്, എടക്കര, അതേപോലെ ചുങ്കത്തറ, പോത്തുകല്ല് തുടങ്ങിയ മേഖലകളിലാണ്. അതായത് തനിക്ക് സ്വാധീനമുള്ള, തനിക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന വോട്ടുകളുള്ള മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു അൻവർ പ്രവർത്തിച്ചിരുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളെ പോലെ എല്ലായിടത്തും അത് അൻവറിൻ്റെ പോളിംഗ് ബൂത്തുകളോ ഏജന്റുമാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് 263 ബൂത്തുകളിൽ എല്ലായിടത്തും NDAയ്ക്കും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അത്തരത്തിലുള്ള സംവിധാനം അൻവറിനത് പൂർണ്ണമായും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു തീരത്തിലല്ല അൻവറിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിട്ടുള്ളതും അൻവറിൻ്റെ പ്രചരണം ഉണ്ടായിട്ടുള്ളതും. അപ്പോൾ താൻ ഉദ്ദേശിച്ച വോട്ടുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് തനിക്ക് അനുകൂലമാക്കി നേടിയെടുക്കുക, അത് ചില കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ടാർജറ്റഡ് ആയിട്ടുള്ള ഒരു പ്രചരണമാണ് അൻവർ നടത്തിയിട്ടുള്ളത്. അങ്ങനെ എന്തായാലും വലിയ പ്രചാരണം, ഏതാണ്ട് 3 ആഴ്ച നീണ്ടു നിന്ന വലിയ പ്രചാരണം, അതിൽ തന്നെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം, അൻവർ സ്ഥാനാർത്ഥിയാകുമോ പിൻവാങ്ങുമോ എന്നതൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ പോളിംഗ് പൂർത്തിയായി, പോളിംഗ് പെർസെൻറ്റേജ് സംബന്ധിച്ച ഡേറ്റകളടക്കം പുറത്തു വരുന്നു. ഇനി അതിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാകൂ, കാരണം സർവീസ് വോട്ടുകൾ ഇനിയും സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. പക്ഷേ അത് ഈ പെർസെൻറ്റേജിനെ മാറ്റുന്ന തരത്തിലുള്ള അത്രയും വോട്ടുകൾ ഇല്ല. എങ്കിൽ പോലും PV അൻവർ നേടുന്ന വോട്ടുകളെ സംബന്ധിച്ച് ഇപ്പോഴും ഇടത് വലത് മുന്നണികൾക്കിടയിൽ വ്യക്തതയില്ല. ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കണക്ക് കൂട്ടലുകളിൽ ആണ് മുന്നണികൾ. പക്ഷേ ഇരു മുന്നണികളും വലിയ തോതിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, ഇത്തവണ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിക്കും എന്ന്.